റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിൻ്റെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിലെ പ്രതികരണം കേൾക്കുമ്പോൾ കേരളത്തിൽ മാധ്യമപ്രവർത്തന മേഖലയിലെ കുറച്ച് ശബ്ദങ്ങളെങ്കിലും സംഘപരിവാറിൻ്റെ ഷൂ നക്കൽ വിഭാഗക്കാരല്ല എന്ന് തെളിയിക്കുകയാണ്. ഈ നാട്ടിലെ മനുഷ്യർക്കു വേണ്ടി സംസാരിക്കുന്ന മാധ്യമപ്രവർത്തകരും ചരിത്രവുമായി ബന്ധപ്പെട്ട് നീതിപൂർവമായിട്ട് അതിൻ്റെ സത്യങ്ങളെക്കുറിച്ച് പറയുന്ന വ്യക്തിത്വങ്ങളും ആ മേഖലയിൽ അവശേഷിക്കുന്നുണ്ട് എന്നത് നേരിയൊരു പ്രതീക്ഷയാണ്. ഭൂരിപക്ഷം സംഘപരിവാർ ഹൈജാക്ക് ചെയ്തവരാണ്. അതിൻ്റെ ഇടയിൽ നിന്നാണ് ചില ശബ്ദങ്ങൾ ഇതുപോലെ ശക്തമായിട്ട് ഈ നാടിൻ്റെ മുന്നിലേക്ക് വരുന്നത്. സിനിമയിലെ 24 വെട്ടുമായി ബന്ധപ്പെട്ട് അരുൺകുമാർ ഇന്നലെ പറഞ്ഞു വെച്ച വാചകങ്ങൾ അത് തൊട്ടടുത്തിരുന്ന സംഘിണിക്ക് ഈ പൊള്ളലേൽപ്പിക്കുന്നുണ്ടെങ്കിൽ കേട്ടുകൊണ്ടിരുന്ന സംഘികളുടെ എല്ലാം കുരു അടപടലം പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. എത്ര തവണയാണ് RSS ഓഫീസിലെ അടിച്ചുതളിക്കാരിയായിട്ടുള്ള ഷൂജയ അതിനിടയിൽ ഇടങ്കോലിട്ട് വർത്തമാനം പറയാൻ അനുവദിക്കാതിരിക്കാൻ ശ്രമിച്ചത്. എന്നിട്ടും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. പുതിയ കാലഘട്ടത്തിലെ അതായത് 20K കിഡ്സ് അവരുടെ ചരിത്രം അറിയാതിരിക്കാൻ വേണ്ടി വളരെ സൂക്ഷ്മതയോടുകൂടിയാണല്ലോ സംഘപരിവാർ പലതരത്തിലുള്ള പ്ലാനിംഗ് നടപ്പാക്കുന്നത്. ഈ നാട്ടിൽ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങളും അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി നടത്തിയ തെമ്മാടിത്തരങ്ങളൊന്നും പുതിയ കാലത്തിലെ കുട്ടികൾ അറിയരുത്.